അബി എപ്പോഴും പറയും ഫാത്തിമാനെ പറ്റി. എന്താ പറയല്? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ. എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാല് ഓരോ തമാശകളൊക്കെ. തമാശ? എന്ത് തമാശ? ഓനെവിടെ? അവന് തീരെ സമയമല്ല വീട്ടിലിരിക്കാൻ. പിരാന്ത് പിടിച്ച പോലെ ഓട്ടാ ടിൻഡോന്റെ കൂടെ. ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിനാ? വല്ല ടൂറോ ആരുടെയെങ്കിലും കൂടെ? ഇല്ല. ഞങ്ങള് അവിടെ ഇറങ്ങട്ടെ? ഓ ശരിക്കൊന്ന് ഓർത്തു നോക്കിയേ. നാസറേ വാ. ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല. ഇല്ലേ? പറഞ്ഞുണ്ട്. അബി ഇന്ന് വന്നേ. ഈ ഫാത്തിമ തമ്മിൽ എന്തേലും ഉണ്ടോ? ഫാത്തിമാന്റെ എന്ത്? ഒന്നുമില്ല. ഉറപ്പല്ലേ? എന്നാ വിശ്വസിച്ചോട്ടെ. ആയിക്കാ സത്യമായിട്ടൊന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ പായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓനെന്തിനാ കണ്ണീരൊപ്പിയേ? പറ, ഓനെന്തിനാ കണ്ണീരൊപ്പിയേ? അങ്ങോട്ട് മാറിക്ക് നാസറേ. ഓട്ടെ, ഈ കല്യാണത്തിന് വരണട്ടാ. ആയിക്കോട്ടേക്കാ. വലിയ കാര്യാക്കണ്ട, പെട്ടെന്നുള്ള. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ. വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ചി പാത്തൂൻ്റെ ഒന്നിച്ചങ്ങ് നടത്തിയാലോ? പ്രത്യേക വെളിയും വേണ്ട, ഫുഡും വേണ്ട. ആദ്യം ഫാത്തിന്ന് നടക്കട്ടെ. ഒരു കണക്കിനെല്ലാം ബായി കാരണം. ഉവ്വ, ബായ്. നിങ്ങൾ കണ്ടോ, ഫാത്തിന്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായിനെ നാട് കടത്തും. അതോടെ ബായിക്കാരുടെ കച്ചവടം പൊട്ടും. മുജി, ഈ വേണ്ടാത്ത പ്രശ്നത്തിന് പോണ്ടേ? എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം മുടങ്ങുമെന്ന്. നീ എന്താടെ ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത്? മറന്ന് അല്ലേ? പേടിക്കണ്ട, ആട് റെഡി. അല്ലാന്ത്രോ, അത് പിന്നെ ഇവൻ വേറെ ആളെ ഏൽപ്പിച്ച് നമ്മളെ പാത്തുവിന്റെ. അതൊരൊക്കെ മറ്റടുത്ത പരിപാടി പോലെ ആയല്ലോ കുച്ചി. എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എൻ്റെ അടുത്തു. വലിയ ഇടപാട് കന്യ നാട്ടുന്നു. ആയിക്കോട്ടെ, രണ്ടും കൂടി ഞായറാഴ്ച വാ, ഇറച്ചി വാങ്ങാം കേട്ടോ. അന്ത്രോ, അങ്ങനെ പിണങ്ങിപ്പോലെ. ഇതിപ്പോ അലാക്കി ലൗലിയും കഞ്ഞിന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എടാ മുജിയെ, ഇനി 2 ദിവസമല്ലേ, ആ ഇസ്മായിൽ ഖാനെ വിളിച്ചാണ്ട് ഒഴിവാക്കിയാലോ? ഞാൻ എങ്ങനെ വിളിച്ചു പറയാനാ? എനിക്കൊരു ആ നമ്പർ കൊണ്ട് എടുക്ക്, ഞാൻ വിളിക്കാം. എൻ്റെ കയ്യിൽ നമ്പറില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഫോണയക്ക് പാത്തുത്താൻ്റെ വീട്ടിൽ കയറിയിട്ടേ നമ്പർ മേടിച്ച് വിളിക്കും. ഞാൻ ഇസ്മായിന്റെ വായിലുള്ള അച്ചടി ഭാഷ മുഴുവൻ ഞാൻ കേൾക്കണല്ലോ. എന്റെ തങ്ങളെ. എന്നാ അന്ത്രോ, ഒരു 120 കിലോ ആണ്ട് റെഡിയാക്ക്. നല്ല കിളുന്താട് ഏറ്റില്ലേ? അല്ലെങ്കിലേ ഞായറാഴ്ച ആടിന് പകരം കുട്ടനെ പൊതിഞ്ഞു തരും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ മുക്രി, നിങ്ങളുടെ കഥ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഇറങ്ങാം മുജേ. ഇക്കാക്ക, നാസർക്കൊരു സൈക്കോയാണ്. എപ്പോഴും സംശയ. അബിയായിട്ട് ചേർത്ത് പറിച്ചില്ല. മുറിയിൽ വരച്ച മാനൊക്കെ മായച്ചു കളഞ്ഞ്. അല്ല, പെൺമാൻ ഞാനും ആൺമാൻ അബിയാണെന്നപ്പ പറഞ്ഞു നടക്കണേ. എന്തൊക്കെ പറയണേ പാത്തിയെ? ഞാൻ ഇന്നലെ അബീനെ കണ്ടീന്. നാസറോട് സംസാരിക്കുകയും ചെയ്ത്. ഓനെ പിരിയേറ്റുന്നതേ ആ ഉമേറ. ഓനെ ശരിയായിക്കോളാം, ആ കല്യാണം കഴിയട്ടെ. ഇക്കാക്ക, എനിക്ക് റംലുത്താന്റെ ഗതി വരും, അതുകൊണ്ടാ ഞാൻ പറയണേ. കരീംഖാനെ പോലെയാ നാസർ. നമുക്ക് അബീനോട് എന്തേലും ഉണ്ടോ? ഇക്കാക്ക, ഞാൻ അബിയുടെ കാര്യമല്ല ഇവിടെ പറയണേ. ഞാൻ നാസർക്കന്റെ പ്രശ്നമാണ് പറയണേ. എന്താ മുജേ, എന്താ പ്രശ്നം? ഓളുടെ ഓരോ തോന്നലുകൾ. എന്താണേ പറയടോ. ഒന്നുമില്ല, നാളെ പള്ളിയിൽ നിന്ന് കാണാം.
നാസറേ ഇത് ബായി എഴുതിയല്ലോട്ടാ. ബായിക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്ന് നിനക്കറിയാലോ. ബായും കോയൊന്നും അല്ല, ഇതാരാ ചെയ്തെന്ന് നാസറിനറിയാ. നാസറേ ആരെഴുതിയാലും ഫാത്തിമക്ക് ആരോടോ പ്രേമുണ്ടെന്ന് അറിയണ്ടേ? കാക്കിന്റെ മാന്തൽ പോലെ JCBന്റെ മാന്തലേ. എന്തേ മാന്തണോ? എല്ലാരും കേൾക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും ഈ നാസർ ഫാത്തിമനെ കെട്ടും, അത് കെട്ടായോ? ഇതെവിടെയായിരുന്നു? എന്നോടൊന്നും പറയിപ്പിക്കണ്ട. നീ എന്ത് പോക്കിത്തരാടാ കാണിച്ചേ? ആ നാസർ വിചാരിക്കില്ല ഞാനാന്ന്. എന്നെ തല്ലിട്ട് അങ്ങനെ സമാധാനമായിട്ട് കെട്ടണ്ട. ഞാൻ ഇതൊക്കെ പുകിലാണോ ഇനി ഉണ്ടാവുക? ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി? എനിക്ക് പേടിയാവളയാ. അവളെങ്ങാനും അരഞ്ഞാണ കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ല, തീർന്ന്. എന്ത് ചെയ്യൂനി? നമുക്കൊന്ന് ഭയനാണ്ടല്ലോ. വീട് പൊളിക്കണോണ്ട് കുഴപ്പമില്ല, പോലീസ് പിടിക്കും, കല്യാണം മുടങ്ങും, ഞാനും കൊടുക്കും. ഫാത്തിമേനെ കിട്ടും. നാസറേ, ആരാ നാസറേ? എന്താടാ? നിങ്ങളുടെ മോൻ ഓനിവിടില്ലെന്ന്. അവനോട് ഇല്ല, പുറത്താ. ആ പന്നീനോട് പോയി പറഞ്ഞോളേ, ഓൻ എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നാസർ ഓനെ കണ്ടുപിടിച്ച് പെട്ട് തുണ്ടാക്കുന്നു. ഓന് പല പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്താ. ഓനെ എന്റെ പെണ്ണിന്റെ പുറകെ, ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്നിടത്തോണ്ട് പൂട്ടും. പെരുമാന് തങ്ങളൂടെ അറിയൂല. ബായ്, രക്ഷിക്കണം. ബായ്. ഇഷ്ടമല്ലാത്തവനെ കെട്ടല്ലേ. ഞാൻ തന്നെ ജസ്റ്റ് എസ്കേപ്പാ. കിട്ടിയ ചാൻസിന് ഞാൻ കടിച്ചു തൂങ്ങിയതാ. നീ സങ്കടപ്പെടണ്ട. പെരുമാനി തങ്ങൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അതിനിങ്ങനെ ഒരു ഭ്രാന്ത് കാണിക്കണോ? ലോകത്ത് അനേകം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. പാത്തു, നീ ഒന്ന് ഓർക്കണം, നമ്മൾ ഈ മാംസവും ചുവന്നുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം? അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം വാനോളം വരില്ലേ? മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും. ഓ, എന്തെങ്കിലും ചെയ്, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വരാം. നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു, അതിലെ സ്നേഹം തുടിക്കൂ. വാ വാ വാ. മുജീബിനൊന്ന് വിളിച്ചിട്ട് വരും. ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. അബയെ പിടിച്ച് അരഞ്ഞാണത്തി കെട്ടിക്കോ. സ്റ്റേജിൽ കയറി ഒച്ചയിൽ അബിയാണ് അരഞ്ഞാനടിച്ചോണ്ട് എന്ന് പറ. തങ്ങളെ മൊത്തം കലാവൂലേ? ആവട്ടെ, അബി കുടുങ്ങൂ. കുടുങ്ങട്ടെ. അപ്പൊ മുജിക്കായ അവന് മനസ്സിലാവും.